മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് ജിഹാദിയായിട്ടുള്ള നിക്കോളസ് മദൂറോയെ അമേരിക്ക അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തുമാതിരി ഇരവാദ കമ്മികളെ എന്ന് വിളിച്ചാലും പോരാ, അന്ധം കമ്മികളെ എന്ന് വിളിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോ നമ്മുടെ കേരളത്തിലെ കമ്മികൾ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഒന്നാം തരം അന്ധം കമ്മിയായിട്ടാണ് സച്ചിൻ ദേവ് MLA രംഗത്തെത്തിയിട്ടുള്ളത്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ബോധവും വിവരവും വിവേകവുമുള്ള മലയാളികള് ഈ സച്ചിൻ ദേവ് ഒക്കെ കേരളത്തിലെ ഒരു ജനപ്രതിനിധിയാണല്ലോ എന്ന് കരുതി തല താഴ്ത്തേണ്ട ഒരു അവസ്ഥയാ. ഞാനത് സച്ചിൻ ദേവിന്റെ പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഞാൻ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്റെ സുഹൃത്തിനെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ ഈ അടിച്ചമർത്തൽ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കും. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മദൂറോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കിം ജോങ് ഉൻ. എന്തൊരു അവസ്ഥയാ! നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കിം ജോങ് ഉന്നിനൊക്കെ വേണ്ടിയിട്ട് ആവേശഭരിതരായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോ ഈ കമ്മ്യൂണിസ്റ്റുകളാരും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതല്ലേ ബോധമുള്ള മലയാളികൾ തിരിച്ചറിയേണ്ടത്? ഈ അധിനിവേശത്തിനെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ ആരെയാ കൂട്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവന്മാര്? ഈ കിം ജോങ് ഉൻ, ഉത്തര കൊറിയൻ പ്രസിഡന്റ്, അതായത് ഭൂമിയിലെ നരകത്തിന്റെ പ്രസിഡന്റ്, നരകം സൃഷ്ടിച്ച നേതാവ് എന്നൊക്കെ പറയുന്ന കിം ജോങ് ഉന്നിനെയൊക്കെ എങ്ങനെയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ പൊക്കിപ്പിടിച്ച് നടക്കുന്നത്? എങ്ങനെ മുടിവെട്ടണം? കല്യാണം കഴിച്ചവർ കഴിക്കാത്തവർ ഏത് രീതിയിൽ മുടിവെട്ടണം? ആര് കാർ വാങ്ങണം? ആര് ഇന്റർനെറ്റ് ഉപയോഗിക്കണം? ആ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ എത്ര വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കും? എങ്ങനെ ആളുകൾ എഡ്യൂക്കേഷൻ ഉണ്ടാക്കണം? അങ്ങനെ ഏത് എഡ്യൂക്കേഷന്, ഇനി ആരോഗ്യം, ഏത് മേഖലയിലും ഇയാള് പറയുന്ന കിം ജോങ് ഉൻ പറയുന്നത് പോലെ മാത്രം മുന്നോട്ട് പോകുന്ന, സകലതിനെയും അടക്കി ഭരിക്കുന്ന കിം ജോങ് ഉന്നിലൊക്കെ പ്രതീക്ഷ അർപ്പിച്ച് നിക്കോളസ് മദൂറോക്ക് വേണ്ടിയൊക്കെ രംഗത്തെത്തുന്ന നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ നിലവാരം ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കണം. അല്ല, അറിയാവയ്യാഞ്ഞോണ്ട് ചോദിക്കുക, ഈ പറയുന്ന വെനസ്വേലയിലുള്ള ഒരു വിഷയത്തിന് അമേരിക്കക്കെതിരെ ഇവിടെ കിടന്ന് എന്തിനാണ് ബഹളം വെക്കുന്നത്? എന്തിനാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാണ് സ്വന്തം രാജ്യത്ത് കലാപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങളൊക്കെ പല കോണുകളിൽ ഉയർത്തിപ്പിടി? എന്താണ് അതിന്റെ അടിസ്ഥാനം? ഈ പറയുന്ന നിക്കോളസ് മദൂറോ എന്ന് പറയുന്നത് ഒരു ഒന്നാം തരം കമ്മ്യൂണിസ്റ്റ് ജിഹാദിയാ, ഒരു തർക്കമില്ലാത്ത വിഷയം. കാരണം എന്താ? ലോകത്തെ സകല ജിഹാദികളും ഒരേ സ്വരത്തിൽ പലസ്തീൻ കൊടിയുമായിട്ട് രംഗത്തിറങ്ങാറുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പലസ്തീൻ കൊടിയുമായിട്ട് ഇറങ്ങുന്ന ആളുകളെ ജിഹാദി എന്ന് പറയുന്നത്? കാരണം ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ, ബംഗ്ലാദേശിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുക. എന്ത്? ബംഗ്ലാദേശിന്റെ കൊടി പറയുന്ന നിക്കോളസ് മദൂറോ എന്ന് പറയുന്ന പ്രസിഡന്റ് പൊക്കിപ്പിടിക്കാത്തത്? അല്ലെങ്കിൽ പലസ്തീൻ കൊടി ഉയർത്തുന്ന ആളുകൾ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ പലസ്തീൻ കൊടി ഉയർത്തുന്ന ആരും തന്നെ ഈ പറയുന്ന ബംഗ്ലാദേശിനെ, ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ, അവിടെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും വേട്ടയാടുന്നതിനെതിരെ ഇവിടെ ഒരാളും ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. ഈ പറയുന്ന നിക്കോളസ് മദൂറോ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ജിഹാദിയോ ഈ പറയുന്ന പലസ്തീന് വേണ്ടി മാത്രമേ പതാക പൊക്കുന്നുള്ളൂ. ഒരു സ്ഥലത്ത് ബംഗ്ലാദേശിന് വേണ്ടിയോ ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളില്, ഈ ഒരുപാട് സ്ഥലങ്ങളിൽ മനുഷ്യ വളരെ വലിയ രീതിയിൽ ക്രൂരതകൾ, ക്രിസ്ത്യൻ പള്ളികളിൽ പോലും, കോങ്കോ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ക്രിസ്ത്യൻ പള്ളികളെ പോലും ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി വളരെ വലിയ രീതിയിൽ ഒരുപാട് കൂട്ടക്കൊല ഈ പറയുന്ന പലസ്തീനിൽ നടക്കുന്നതിനേക്കാളൊക്കെ വലിയ രീതിയിൽ ഐസിസ് പിന്തുണയോട് കൂടിയിട്ടുള്ള ഭീകരവാദ സംഘടനകള് ലോകത്ത് പല ക്രൂരതകൾ ചെയ്തിട്ടും ഒരക്ഷരം ഉണ്ടാവില്ല. റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഒക്കെ ഒന്ന് എടുത്തു നോക്കണം. ഐസിസ് പിന്തുണയോടുകൂടിയുള്ള ഭീകരവാദികള് വളരെ വലിയ രീതിയിൽ വേട്ടയാടലുകൾ നടത്തുക. അത് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഒരു പ്രശ്നമില്ല. പലസ്തീൻ വേണം, പലസ്തീൻ കൊടി ആര് പൊക്കിയാലും അതിനുവേണ്ടി ബഹളം വെക്കും. എനിക്ക് തീരെ മനസ്സിലാവാത്തത്, എന്തിനാണ് നമ്മുടെ നാട്ടിൽ കുളം തോണ്ടാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ പ്രതിഷേധമൊക്കെ ആയിട്ട് നടക്കുന്നത്? ഇത് എത്ര അകലത്തിലുള്ള വിഷയമാണ്. എന്നിട്ട് ഇവിടെയുള്ള ഗ്രാമാന്തരങ്ങളിൽ ഈ CPM ഒക്കെ രംഗത്തെത്തിയിട്ട് ഈ വെനസ്വേല എന്നും പറഞ്ഞ് സാമ്രാജ്യത്വത്തിനെതിരെ
ആദ്യം പിണറായി വിജയനോട്, നിങ്ങളുടെ നേതാവിനോട്, ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ നേതാവിനോട് അമേരിക്കയിലേക്ക് പോയിട്ട് ചികിത്സിക്കുന്നതൊന്ന് ആദ്യം നിർത്തണം. ഏറ്റവും ചുരുങ്ങിയതാ പറയുന്നത്. നിങ്ങൾ സാമ്രാജ്യത്വത്തിനെതിരെ, അധിനിവേശത്തിനെതിരെ, നിങ്ങൾ അമേരിക്കക്കെതിരെ നിങ്ങൾക്കാവുന്നത് പോലെ നിങ്ങൾ പ്രതിഷേധം നടത്തിക്കോളൂ. പക്ഷെ അതിനൊരുമാതിരി അപ്പനില്ലാത്തരെന്ന് പറയും. അതിനേക്കാൾ പച്ച മലയാളം ഉണ്ട്. അത് ഓഡിയൻസിനെ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ കരുതിയിട്ടാണ് പച്ചത്തെറിയിലേക്ക് പോകാത്തത്. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പിണറായി വിജയനെ ഒന്ന് നിർത്തിവെക്കുക, ഈ അമേരിക്കയിലേക്ക് പോകുന്നത്. എന്നിട്ട് പോരെ ഈ പറയുന്ന അമേരിക്കക്കെതിരെ പ്രതിഷേധോ, അതേ അമേരിക്കയിൽ പോയിട്ട് അവരുടെ ആനുകൂല്യം പറ്റിയിട്ട് ചികിത്സിക്കുകയൊക്കെ ചെയ്യുന്നത് സകല മലയാളികൾ കാണുന്നില്ലേ? എത്ര സുന്ദരമായിട്ടാണ്, എത്ര സമാധാനത്തിലാണ്, എത്ര സുരക്ഷയിലാണ് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ഭാരതത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ സുരക്ഷാ വലയത്തിൽ മുന്നോട്ട് പോകുന്നത്. എത്ര സുന്ദരമായിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു സുന്ദരമായ നമ്മുടെ ഭാരതത്തിൽ എന്തിനാണ് ലോകത്ത് എവിടെയോ നടക്കുന്ന പ്രശ്നങ്ങളുടെ സകല വള്ളിക്കെട്ട് പിടിച്ചു കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് പലസ്തീനും, ഈ പറയുന്ന പലസ്തീൻ വിഷയത്തിലൊക്കെ ഹമാസ് എന്ന ഭീകര സംഘടനയും പിന്തുണച്ച ഒരുപാട് ആളുകൾ കേരളത്തിൽ ഇത്രയും കാലം അതായിരുന്നു പ്രശ്നം. ഇപ്പോ പലസ്തീൻ കൊടി പൊക്കിയതിനാണോ അറസ്റ്റ് എന്ന രീതിയിൽ പോലും കുറെ മരമൊണ്ണകൾ ഇവിടെ പ്രചരണം നടത്തുന്നുണ്ട്. ഈ നിക്കോളസ് മദൂറോ എന്നൊക്കെ പറയുന്നത് നല്ല ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റ് ജിഹാദിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ജിഹാദികൾ എന്ന് പറയുന്നത് വളരെ വലിയ അപകടം പിടിച്ച ആളുകളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട, ഒരു തർക്കമില്ലാത്ത വിഷയ. കമ്മ്യൂണിസ്റ്റ് ജിഹാദികളാണ് ഒന്നാന്തരം ജിഹാദികൾക്ക് വളവും വെള്ളവും ഒഴിച്ചു കൊടുത്ത് അവരെ വളർത്തുന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. കമ്മ്യൂണിസത്തിന്റെ തണലിൽ ജിഹാദിസത്തെ വളരെ വലിയ രീതിയിൽ വളർത്തുകയാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് മത്സരത്തിൽ എന്തു ഉണ്ടാക്കാണ് നിങ്ങൾ ഈ വിഷയത്തിൽ ഇവിടെ കടന്ന് ബഹളം വെക്കുന്നത്? നിങ്ങളുടെയൊക്കെ ഈ ചൊപ്പ ബഹളം വെക്കൽ കണ്ടിട്ട് അമേരിക്കയ്ക്ക്, ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്വന്തം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ നമുക്ക് അതിന്റെ പ്രതിഷേധം അറിയിക്കാം. ഇതെന്തിനാണ്? ഇതൊരു ഒരു ഒരു ഉണ്ടയുമില്ല. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടില് എന്തിനാണ് ഇങ്ങനെ ബഹളം വെച്ച് നമ്മുടെ തൊട്ടയൽ രാജ്യങ്ങളില് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും കൂട്ടക്കൊല നടത്തുന്നത്? നമ്മുടെ തൊട്ടയൽ രാജ്യത്ത്, എന്നിട്ട് അവിടെ ദുരിതം അനുഭവിക്കുന്നവർ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ആ ഒരു വലിയൊരു സാഹചര്യത്തെ കണ്ടില്ല എന്ന് നടിച്ചിട്ട് നിങ്ങളൊക്കെ എന്തിനാണ് ലോകത്തിന്റെ ഏതോ ഒരു കോണിലുള്ളൊരു വിഷയത്തിലേക്ക് ഓടിപ്പോകുന്നത്? നിങ്ങൾക്ക് ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റും ജിഹാദിസും ഒക്കെ കൂട്ടിക്കൊഴിച്ചൊരു സംവിധാനം കിട്ടിയാലേ ഇവന്മാർക്കൊക്കെ വായിൽ നാവുണ്ടാവൂ എന്നുള്ളതല്ലേ വലിയ യാഥാർത്ഥ്യം. ഇവർക്കൊന്നെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റും ജിഹാദിസവും കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊയച്ച് കിട്ടിയാൽ ഒരു ബിരിയാണി തിന്നുന്നത് പോലെയാ. പിന്നെ അതുമ്മൽ അങ്ങ് ജീവിതം മുന്നോട്ടുണ്ടോ? കുറെ ആളുകളെ എന്തിനാണ് നമ്മുടെ ഗ്രാമാന്തരങ്ങളിലൊക്കെ ഇതും വെച്ച് ബഹളം ഉണ്ടാക്കുന്നത്? എന്തിനാണ് സമാധാനത്തിലുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കാൻ ആളുകൾ മെനക്കെടുന്നത്? നിങ്ങൾ പ്രീണിപ്പിച്ചൊക്കെ വോട്ട് വാങ്ങിക്കോളൂ. ഇജാതി പ്രീണനം വേണം, ഉളപ്പില്ലാത്ത ഇജാതി പ്രീണനം. ഈ നിക്കോളസ് മദൂറോ എന്നൊക്കെ പറയുന്നത് നല്ല ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റ് ജിഹാദിയാ, ഒരു തർക്കമില്ലാത്ത വിഷയ. ഇയാളൊക്കെ കണ്ണില് ഈ പറയുന്ന പലസ്തീൻ മാത്രമേ കാണാറുള്ളൂ, ഇത്തരം വിഷയങ്ങൾ മാത്രമേ കാണാറുള്ളൂ. അതേപോലൊക്കെ തന്നെയല്ലേ നമ്മുടെ കേരളത്തിലെയും ഈ കമ്മ്യൂണിസം ഇപ്പൊ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.